ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടെടുപ്പ് എന്ന പഠന പദ്ധതിയുടെ 12ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വീണ്ടെടുപ്പ്, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. കാരണം മനുഷ്യൻ വീണ് കിടക്കുകയാണ്, പാപത്തിൽ അതമ്പതിച്ചവനാണ്, തകർന്നുപോയവനാണ്, ദൈവം ഇരുത്തിയ നിലയിൽ നിന്ന് താഴേക്ക് പോയവനാണ്. അവിടെ നിന്നാണ് മനുഷ്യൻ വീണ്ടെടുക്കപ്പെടേണ്ടത്. ഇത് ദൈവത്തിൻ്റെ മനസ്സിലുള്ള ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ മനുഷ്യൻ താൻ സൃഷ്ടിച്ച മനുഷ്യന് ഇപ്രകാരം ഒരു പതനം സംഭവിക്കുമെന്ന് അറിഞ്ഞ ദൈവമല്ല തള്ളിയിട്ടത്. മനുഷ്യൻ സ്വയം താഴേക്ക് വീണതാണ്, അവൻ്റെ തീരുമാനത്തിൻ്റെ ഫലമാണ്. അങ്ങനെ വീണുപോയ മനുഷ്യനെ അവിടെ കിടക്കാൻ അനുവദിക്കാതെ, കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമായതുകൊണ്ട് ഒരു അപ്പനും മക്കൾ വീട് കിടക്കുമ്പോൾ അവിടെ കിടക്കട്ടെന്ന് വിചാരിക്കില്ല. ആ മക്കൾ നേരെ കൈ ഉയർത്തി കൈ നീട്ടി അവനെ വീണ്ടെടുക്കാൻ തിരിച്ചു കൊണ്ടുവരാൻ, എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. ഇതാണ് ദൈവം എന്ന പിതാവും ചെയ്യുന്നത്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. മനുഷ്യൻ വീണ്ടെടുക്കപ്പെടേണ്ടവനാണ്. ഇന്ന് കണ്ടാൽ സുന്ദരനും സുന്ദരി എന്ന് പറയുന്ന മനുഷ്യൻ വീണ്ടെടുക്കപ്പെടേണ്ട വ്യക്തിയാണ്. അവനിപ്പോൾ കിടക്കുന്ന നാശത്തിലും പതനത്തിലും നരകത്തിലേക്കുള്ള യാത്രയിലാണ്. അവിടെ നിന്ന് ദൈവം അവനെ വീണ്ടെടുക്കണം. ഇത് ദൈവത്തിൻ്റെ മനസ്സിലുള്ള നിത്യ പദ്ധതിയാണ്. ദൈവം മനുഷ്യൻ്റെ പതനം കണ്ട ദൈവം അവനെ വീണ്ടെടുക്കാനുള്ള ഒരു പദ്ധതിയും താൻ ക്രമീകരിച്ചു. ഒരു മനുഷ്യനും അവൻ്റെ വീണ്ടെടുപ്പിനുള്ള പദ്ധതിയെ രൂപകൽപ്പന ചെയ്യാൻ, ഭാവനയിൽ കൊണ്ടുവരാൻ മനുഷ്യന് കഴിവില്ല. മനുഷ്യൻ പോലും അറിയുന്നില്ല താൻ വീണ് കിടക്കുന്നവനാണ്. താൻ പാപിയാണെന്ന് ഒരു മനുഷ്യന് സമ്മതിക്കില്ല, തിരിച്ചറിയുന്നുമില്ല. പക്ഷെ ദൈവം അറിയുന്നു. അവനെ വീണ്ടെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നും ദൈവമക്കളായവർ പാപത്തിൽ വീണുപോയാൽ അവരെ വീണ്ടെടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവം അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യരെയും ദൈവം വീണ്ടെടുക്കാനാണ് ദൈവം എല്ലാം ഒരുക്കിയത്. അപ്പോൾ ഈ വീണ്ടെടുപ്പ് പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവ രൂപകൽപ്പന ഡിസൈൻ ചെയ്തതാണ്. മനുഷ്യരെ തള്ളിയിട്ട ദൈവമല്ല നമ്മൾ പറഞ്ഞു. ഒരു ദൈവം മനഃപൂർവ്വമായിട്ടൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പക്ഷേ തള്ളിയിട്ടുകൊണ്ട് ഈ നാടകം കളിക്കുകയല്ല. ദൈവത്തിന് അറിയാം. സർവജ്ഞാനിയായ ദൈവത്തിന് തൻ്റെ മുന്നറിവിനാൽ എല്ലാം നന്നായിട്ടറിയാം. മനുഷ്യന് ഈ അവസ്ഥ വരും. പക്ഷെ ദൈവമല്ലാതെ ആ മനുഷ്യനെ രക്ഷിക്കാൻ മറ്റാരുമില്ല. ദൈവം അതുകൊണ്ട് വ്യക്തമായൊരു പ്ലാൻ ചെയ്തു. ഇത് ദൈവം മുൻകൂട്ടി അറിയിച്ചു. പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ പോലും അവർക്ക് പോലും അറിയില്ല ഇതിൻ്റെ ആഴം എന്താണെന്ന്. ദൈവം ചില പ്രവാചകന്മാരോട് അറിയിക്കുകയുണ്ടായി. ഈ പദ്ധതി ആദ്യം ഉൽപ്പത്തി പുസ്തകം മുതൽ ആരംഭിച്ചു. ഈ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി തുറക്കാൻ തുടങ്ങി. അത് കൃത്യമായി സംഭവിക്കാൻ പ്രപഞ്ചത്തെ ദൈവം അത് ഒരുക്കി. ഭൂമിയും ഭൂമിയുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതി കൃത്യസമയത്ത് കാലസമ്പൂർണതയിൽ നടത്തുന്നതിന് വേണ്ടി, സംഭവിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം കൃത്യമായി ക്രമീകരിച്ചു. കൃത്യസമയത്ത് ഒരാളെ വിളിച്ചു, അബ്രഹാം. വിഗ്രഹാരാധനയുടെ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന തേരഹിൻ്റെ മകനായ അബ്രഹാമിനെ ദൈവം വിളിച്ചു. കൽദയ പട്ടണ ഊരിൽ നിന്ന് വിളിച്ച് ദൈവം അബ്രഹാമിൻ്റെ വാഗ്ദാനങ്ങൾ കൊടുത്തു. ആ വാഗ്ദാനത്തിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തത് രാജ്യം, ദേശം എന്ന ഘടകം. നേഷൻ, ലാൻഡ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, വലിയൊരു രാജ്യമാക്കും. എന്നിട്ട് നീ സഞ്ചരിക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും. അത് വാഗ്ദാനത്തിലെ ആദ്യത്തെ ഘടകം. ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കൃത്യമായി കാണും. ദൈവത്തിൻ്റെ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന ദൈവമാണ്. ദൈവമല്ലാത്ത മനുഷ്യരെ മറ്റാരും യഥാർത്ഥ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കുന്നില്ല. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനം, അനുഗ്രഹത്തെക്കാൾ ഉപരി വാഗ്ദാനം, പ്രോമിസാണിത്. നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്നെക്കുറിച്ചുള്ള എൻ്റെ വാഗ്ദാനം ഇതാണ്. ഈ വാഗ്ദാനത്തിൽ മറ്റൊരു ഭാഗമുണ്ട്, ആത്മിക സന്തതി. അബ്രഹാമിൻ്റെ വംശാവലിയുടെ വരുന്നതായ ഒരു സന്തതിയിലൂടെ ഭൂമിയിൽ ആത്മീക അനുഗ്രഹം കൊണ്ടുവരും. അപ്പോൾ പ്രധാനമായ വാഗ്ദാനത്തിൻ്റെ 2 ഭാഗങ്ങൾ. ഒന്നാമത് ദേശം, രാജ്യം, അല്ലെങ്കിൽ രാജ്യം, ദേശം, നേഷൻ, ലാൻഡ്. നിന്നെ മഹാജാതിയാക്കും. നീ സഞ്ചരിക്കുന്ന ദേശം നിനക്ക് തരും. അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത് നിൻ്റെ ആത്മീക സന്തതിയിലൂടെ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അത് ആത്മീകമായുള്ള അനുഗ്രഹമാണ്. ആദ്യത്തെ ദേശം ഭൗതികം, ഫിസിക്കലാണ്. രണ്ടാമത്തത് ആത്മീകമാണ്. ഈ വാഗ്ദാനമാണ് ദൈവം അബ്രഹാമിന് കൊടുത്തത്. ഈ വാഗ്ദാനം ദൈവം അബ്രഹാമിൻ്റെ സന്തതി ഇസാക്കിനെ, യാക്കോബിനോടൊക്കെ ഓർമ്മിപ്പിക്കും. പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, അവരെ ഓർത്തുകൊണ്ട് ദൈവം പലപ്പോഴും മനുഷ്യരോട് ഇടപെട്ടിട്ടുള്ളത്. ഈ വാഗ്ദാനം അബ്രഹാം മുതൽ മോശ വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ സിനായ് മലയിൽ വെച്ച് ദൈവം ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 15ാം അധ്യായം വരുമ്പോൾ വളരെ സുപ്രധാന ഒരു അധ്യായമാണ് ഉൽപ്പത്തി 15ാം അധ്യായം. അത് തുടങ്ങുന്നത് തന്നെ അതിനുശേഷം അബ്രഹാമിൻ്റെ ദർശനത്തെ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ അബ്രഹാം എന്ന പേര് വന്നിട്ടില്ല. അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. അപ്പോൾ അവിടെയാണ് അബ്രഹാം എനിക്ക് മക്കളില്ലെന്നൊക്കെ പരാതി പറയുന്നത്. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും, ദൈവം നൽകിയ ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായം നൽകി തന്ന വാഗ്ദാനത്തെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിൻ്റെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന പോലെ
നിന്നിലൂടെ ഒരു വലിയ ആത്മീക സന്തതിയും അനുഗ്രഹങ്ങളും ലോകത്തിന് വരാനുള്ളവനാണ് നീ. നീ ആ ബോധ്യത്തിൽ വേണം ജീവിക്കാൻ. വെറുതെ ജീവിച്ച് കളയാനുള്ളതല്ല നിന്റെ ജീവിതം, നിന്റെ ആയുസ്. തിരിച്ച് രണ്ടാമത് ജീവിക്കാൻ പറ്റില്ല. നിനക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നീ നിറവേറ്റുമ്പോഴാണ് നിനക്ക് പൂർണ്ണത കൈവരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കടം കിടക്കും അവിടെ. ദൈവം എന്തിനാണോ നമ്മളെ രക്ഷിച്ച് കർത്താവിൻ്റെ സഭയിൽ കൂട്ടിച്ചേർത്തത്, ആ ഉദ്ദേശം നമ്മൾ നിവൃത്തിയാക്കുന്നില്ലെങ്കിൽ ഒരു വലിയ കടം നമ്മുടെ ജീവിതത്തിൽ കിടക്കും. എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതല്ല. അപ്പോൾ ദൈവം അബ്രഹാമിന് താൻ നൽകിയ വാഗ്ദാനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, റിന്യൂ ചെയ്ത് കൊടുത്തു വ്യക്തമായിട്ട്. അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൽ ദൈവം കൊടുത്ത വാഗ്ദാനം അബ്രഹാം ഒരു ഉടമ്പടിയാക്കി അതിനെ മാറ്റി. ഉൽപ്പത്തി ദിവസത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കാനായിട്ട് കഴിയും. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു, നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. ദൈവം ഉൽപ്പത്തി 12-ൽ പറഞ്ഞതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. 7 മുതൽ 21 വാക്യം വായിച്ചത് കാണാം. എന്നിട്ട് അബ്രഹാമിന് പറഞ്ഞു, ഞാൻ ഈ നൽകി തന്ന വാഗ്ദാനമുണ്ടല്ലോ, അത് സംഭവിക്കുമെന്ന് ഞാനൊരു ആണ തരാം, ഉറപ്പ് തരാം, ഒരു നിശ്ചയം തരാം. എന്ത് ചെയ്യണം? നീ ചില മൃഗങ്ങളെ കൊണ്ടുവരണം. അതായത് 3 വയസ്സുള്ള പശുക്കിടാവിനെയും 3 വയസ്സുള്ള കോലാടിനെയും 3 വയസ്സുള്ള ആട്ടിക്കുട്ടിനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും നീ കൊണ്ടുവരണം. മൃഗങ്ങളെല്ലാം നേരെ പകുതി കീറണം, 2 വശത്തായിട്ട് വയ്ക്കണം. പക്ഷികളെ കീറണ്ട, 2ആയിട്ട് വയ്ക്കുക. അബ്രഹാമിൻ്റെ ഗാഠനിദ്ര, വല്ലാത്തൊരു ഉറക്കത്തിലാക്കി. എന്നിട്ട് ദൈവം ആ മുറിച്ച മൃഗങ്ങളുടെ നടുവിലൂടെ തീച്ചൂള പോലെ കടന്നുപോയി. ദൈവം, ഞാൻ നിന്നോട് നിയമം ഇവിടെ ചെയ്യുകയാണ്. ദൈവം അബ്രഹാമിയുടെ നിയമം ചെയ്തു. ദൈവം നിയമം ചെയ്താൽ അതിന് പിന്മാറില്ല. ദൈവം ഒരു നിയമം ചെയ്തു. ആ നിയമം ചെയ്യുക മാത്രമല്ല, 12 മുതൽ 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഗാഠനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കരെ സേവിക്കും. അങ്ങനെ ഈജിപ്തിൽ അടിമകളായി പോകാൻ പോകുന്നതിനെ കുറിച്ച് മുൻകൂട്ടി പറയും. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. ഈജിപ്തിനെ വിധിക്കും. അതിന് ശേഷം അവർ വളരെ സമ്പത്തോടെ പുറപ്പെട്ടു വരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരുടെ ശരി, നീ മരിക്കും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്ക് 400-ലധികം വർഷമാണ് ഈജിപ്തിൽ കിടക്കാൻ പോകുന്നത്. ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് അത് മുൻകൂട്ടി കൃത്യമായി പറയാൻ ദൈവത്തിനല്ലാതെ, പ്രപഞ്ചത്തിൻ്റെ ഉടയവനല്ലാതെ കൃത്യമായിട്ട് പറയാൻ മറ്റാർക്കും കഴിയില്ല. ഊഹിച്ച് പറയുന്ന പോലെ അല്ല ഇത്. നീ 4-ാം തലമുറക്ക് ഇവിടേക്ക് മടങ്ങി വരും. അമ്മോനിയുടെ ആക്രമണം ഇതുവരെ തികഞ്ഞിട്ടില്ലെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഇനി ദേശം ഞാൻ കൊടുക്കും. ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേനിയർ, പെരീസ്യർ, അപ്പോൾ ആരൊക്കെ ജാതികളാണ് അവിടെ താമസിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ചരിത്രത്തിൻ്റെ ദൈവമാണ് ജീവനുള്ള യഹോവയായ ദൈവം. ഇത് കൃത്യമായി പറഞ്ഞു, നിന്റെ സന്തതി ഇങ്ങനെ 400 വർഷം മറ്റൊരു രാജ്യത്ത് അടിമകളായി കിടക്കും. അവർ ദൈവമക്കളെ പീഡിപ്പിക്കും. പക്ഷെ അവസാനം ഈജിപ്തിന് ഞാൻ ശിക്ഷ വിധിക്കും, അവർ ദൈവമക്കളെ വിടുവിക്കും എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനം ഇവരോട് ഉറപ്പിക്കുകയാണ്. മാത്രമല്ല, കൊടുക്കാൻ പോകുന്ന ദേശത്തിൻ്റെ അളവ് 18 മുതൽ 21 കൃത്യമായി കൊടുത്തു. യോശുവയുടെ പുസ്തകം പഠിക്കുക കാണാൻ ഈ കൃത്യമായി ഈ ദേശം ദൈവർക്ക് കൊടുത്തു. ഒരു വാഗ്ദാനവും നിറവേറ്റാതിരുന്നിട്ടില്ല. ദൈവം മനുഷ്യകുലത്തിന് നൽകി തന്ന ഒരു വാഗ്ദാനം നിറവേറ്റാതിരിക്കില്ല. കാരണം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവം തൻ്റെ വചനം നിവൃത്തിയാകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ ശക്തനാണ്. അതിനെ തടയാൻ ആർക്കും പറ്റില്ല. ഇപ്പോൾ നമ്മൾ 17-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഒരു ഉടമ്പടി കൊടുക്കുകയാണ് ദൈവം ഇസ്രായേലിന്, അബ്രഹാമിൻ്റെ സന്തതിക്ക്. 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യങ്ങൾ വായിക്കേണ്ടതിൻ്റെ, കാരണം പഴയ നിയമമായതുകൊണ്ട് പലർക്കും വലിയ പരിചയമില്ല. പുതിയ നിയമത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ പുതിയ നിയമം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ഒരു നിഴലുണ്ട്, ഒരു ഒരുക്കമുണ്ട്. അതാണ് പഴയ നിയമം. അബ്രഹാമിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് അറിയാത്തവർക്ക് കർത്താവ് യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ പാടാണ്. പുതിയ നിയമത്തിൽ പല പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉൽപ്പത്തി 17-ലേക്ക് വരാം. അബ്രഹാമിന് 99 വയസ്സായിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്യുകയാണ്. നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്നരുളി ചെയ്യും. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു, കാരണം മക്കളില്ല. ദൈവം അവനോട് അരുളി ചെയ്തെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. നമുക്കും പുതിയ ക്രിസ്ത്യാനികൾക്ക് ഒരു നിയമമുണ്ട് ദൈവമായിട്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കിയാൽ നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം. ഇവിടെ ചെന്ന് പേര് മാറുന്നത്. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേകം ജാതികളാക്കും. ഉൽപ്പത്തി 12-ൽ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ്.
നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്ത ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിനക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിധം. നിങ്ങൾ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാണ്. ദൈവം അവരോട് ചെയ്ത ഇസ്രായേൽ ജനതയോട്, വരാനിരിക്കുന്ന ഇസ്രായേൽ തലമുറയോട് ദൈവം ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ അടയാളമാണ് പരിച്ഛേദന. തലമുറ തലമുറയായി നിങ്ങൾ പുരുഷ പ്രജയൊക്കെ 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കണം. ശക്തമായൊരു നിയമമാണ്, ആ നിയമത്തിൻ്റെ അടയാളമാണ്. ഒരു ഉടമ്പടി, ജഡത്തിൽ, അതായത് ശരീരത്തിലൊരു ഉടമ്പടി ദൈവം അബ്രഹാമിന് കൊടുത്തു. തലമുറ തലമുറയായി പിൻപറ്റേണ്ട ഉടമ്പടിയാണ്. പിന്നീട് സീനായ് മലയിൽ വെച്ച് ദൈവം ഈ നിയമം കൊടുക്കുമ്പോഴും മോശയുടെ നിയമത്തോട് ചേർത്ത് വെച്ച് പരിച്ഛേദന എന്ന ഈ ഉടമ്പടി ദൈവവുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ്. ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദന. അബ്രഹാമിന് മാത്രമല്ല, അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളോട് ദൈവം കൽപ്പിച്ചു. അവരെല്ലാം അവരുടെ 9, 12 വാക്യം കേട്ടതുപോലെ തലമുറ തലമുറയായി ഈ ഉടമ്പടി കാത്തു സൂക്ഷിക്കണം. അത് നിങ്ങൾ ഈ ദേശത്ത് വസിക്കാൻ അത് ആവശ്യമാണ്. ഈ ഉടമ്പടി പ്രകാരം പരിച്ഛേദന ഏൽക്കാത്തവൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. ഈ ദേശത്ത് വസിക്കാൻ യോഗ്യതയില്ല. ദൈവത്തിൻ്റെ നിയമത്തെ പരിപാലിക്കാത്ത, അനുസരിക്കാത്ത ഒരാൾക്ക് ഭൂമി ജീവിക്കാൻ പോലും യോഗ്യതയില്ല. അതാണ് അതിൻ്റെ മറ്റൊരു അർത്ഥം. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. 4 മുതൽ 8 വരെ ദൈവത്തിൻ്റെ ഭാഗം. ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത്: എനിക്ക് നിന്നോട് നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ട, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച്, ദൈവം ചെയ്യുന്ന കാര്യമാണ്, അധികമതയിൽ നിന്നെ വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ദൈവമായിരിക്കേണ്ടത് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായ നിന്റെ സന്തതിക്ക് മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഇതൊക്കെ ദൈവം ചെയ്യുന്നതാണ്. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെ ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായി. ദൈവത്തിൻ്റെ ഭാഗം ദൈവം വ്യക്തമായി പറഞ്ഞു. നീ ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നിനക്ക് ചെയ്തു തരും. നമ്മൾ ആവർത്തന പുസ്തകത്തിന് മുമ്പ് 2 മലയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മോശ സജീവത്തോട് പറഞ്ഞതുപോലെ, നിങ്ങൾ യഹോവയുടെ ഭയപ്പെട്ട എൻ്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അനുസരിക്കാത്തവർക്ക് അനുഗ്രഹമില്ല. അനുഗ്രഹം തന്നാൽ നിലവിളിച്ചിട്ട് കാര്യമില്ല. യേശാവ് വിളിച്ചതുപോലെ വെറുതെ കരയാവുന്നേ ഉള്ളൂ. അനുഗ്രഹമൊക്കെ പോയി. അത് അനുസരിക്കുന്നവർക്കുള്ളതാണ്. പക്ഷേ അതിൻ്റെ വിഷയമല്ല നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ വ്യക്തമായി കൊണ്ട് ദൈവത്തിൻ്റെ ഭാഗം. ദൈവം, ഞാൻ നിന്നോടൊരു നിയമം ചെയ്യുക. ഈ നിയമത്തിൽ ആത്മീക സന്തതിയുടെ വാഗ്ദാനം ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ സന്തതി മുഖാന്തരം ദേശമൊക്കെ അനുഗ്രഹിക്കപ്പെടുമെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും ഇതിൽ ഭൗതിക ഭാഗവും ആത്മീയ ഭാഗവും ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷ്യമുണ്ട്. റോമലേഖനം 4-ാം അധ്യായം 16-17. നമ്മൾ ഒരുപക്ഷെ പുതിയ വിശ്വാസികളായ പലരും വളരെ ആഴമായി ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ്. നമ്മൾ സാധാരണ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക ഇങ്ങനെയുള്ള അടിസ്ഥാനമായ ആഴമുള്ള വിഷയമാണ്. ഇതുവഴിയുടെ കട്ടിയായ ആഹാരം എന്നതിൽ പെടുന്നതാണ് ഈ പഠനങ്ങൾ. റോമലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതോട് ബന്ധപ്പെട്ട് ഇങ്ങനെ വായിക്കാം: അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രയും അവകാശികളാകുന്നു. ജനിക്കുന്നതിലൂടെയല്ല അവകാശിയാകുന്നത്. കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ ഇന്ന് അവകാശിയാകുന്നത്. വാഗ്ദത്തം, ആ വാക്ക് കാണുക. വാഗ്ദത്തം എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഓർമ്മപ്പെടുത്തുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക് കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. എല്ലാ മനുഷ്യർക്കും വേണ്ടിയോ നിന്റെ സന്തതി മുഖാന്തരം ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ അതേ വിശ്വാസം ജീവിതത്തിൽ സ്വീകരിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ വാഗ്ദാനത്തിൻ്റെ കീഴിൽ വരും. എന്നിട്ട് 17, മരിച്ചവരെ ജീവിപ്പിക്കുക. അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടാണ് ദൈവത്തെക്കുറിച്ച്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച ആ വിധത്തിലാണ്. ദൈവത്തിന് എല്ലാം സാധ്യം, ഒന്നും അസാധ്യമല്ല.
ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയും. തൻ്റെ മകനെ യാഗം കഴിച്ചാലും ദൈവം ഏതെങ്കിലും വിധത്തിൽ ആ മകനെ തിരിച്ചെനിക്ക് തരും. കാരണം ഈ മകനെ ആശ്രയിച്ചാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിൽക്കുന്നത്. താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. എന്നിട്ട് ഉൽപ്പത്തി 17 ഒരു വാക്യം ഉദ്ധരിക്കും, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി ഇത് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ പഴയ നിയമത്തിലെ ഈ വാഗ്ദാനങ്ങൾ അബ്രഹാമിനുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളെ മനസ്സിലാക്കിയില്ലെങ്കിൽ പുതിയ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ യാതൊരു സംശയമില്ല, അബ്രഹാം നിന്നെ ബഹുജാതികൾ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? യഹൂദന്മാരെ കുറിച്ചല്ല, ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. അബ്രഹാമിൻ്റെ സന്തതിയായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതോ അബ്രഹാമിൻ്റെ വിശ്വാസത്തോടൊപ്പം ചേർന്ന് നിൽക്കുക, അതേ വിശ്വാസമുള്ള അബ്രഹാമിൻ്റെ സന്തതിയായ കർത്താവ് യേശുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുന്നവരാണ് മഹാപുരുഷാർ, വലിയ സന്തതി. അബ്രഹാം ബഹുജാതികൾക്ക് ഞാൻ നിന്നെ പിതാവാക്കും. ഇന്ന് അബ്രഹാം അല്ല യഹൂദന്മാരുടെ പിതാവ്. യഹൂദരുടെ പിതാവ് വേറെ ഒരാളാണ്. യോഹന്നാൻ 8 അത് കാണും. അബ്രഹാമിൻ്റെ സന്തതി ദൈവമക്കളാണ്. അങ്ങനെ അവരെ കണ്ടുകൊണ്ടാണ് ഇത് പറഞ്ഞത്. മാത്രമല്ല ഉൽപ്പത്തി 17 വാക്യത്തിൽ ആ ദേശത്തെക്കുറിച്ച് പറഞ്ഞു, അബ്രഹാമിൻ്റെ സന്തതിയോട് നിനക്ക് ഈ ദേശം ഞാൻ തരും. ഉൽപ്പത്തി 15 അധ്യായത്തിലാണ് ആദ്യം പറഞ്ഞത്. ഈ ദേശമൊക്കെ എൻ്റെ അളവ് വരെ പറഞ്ഞു. എഫ്രാത്ത്, പ്രാത്ത് നദി മുതൽ ഇവിടം വരെ ഇതിൻ്റെ ദേശക്കാർ താമസിക്കുന്ന ഈ ദേശം ഞാൻ നിനക്ക് തരും. ശൗല് ഭരിച്ചതിനേക്കാളും 10 ഇരട്ടി വിസ്തീർണമുള്ള സ്ഥലമായിരുന്നു നമ്മൾ കണ്ടു. ഇപ്പോൾ ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. മാത്രമല്ല ലോകം അനുഗ്രഹിക്കപ്പെടുന്ന അബ്രഹാമിൻ്റെ സന്തതി യേശുവിലൂടെയാണ്. അബ്രഹാമിൻ്റെ വാഗ്ദാനത്തിൽ 2 അനുഗ്രഹങ്ങൾ കാണും. യഹൂദന്മാർക്ക് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഭൗതികമായ അനുഗ്രഹം, ദേശവും രാജ്യവും, അല്ലെങ്കിൽ ദേശവും ജാതിയും, അതോടൊപ്പം ആത്മീയ അനുഗ്രഹം, അത് ലോകത്തിന് മുഴുവൻ. ഒന്ന് ഇസ്രായേൽ ജനത്തിന് മാത്രം. അവർക്ക് ആ സ്ഥലം കൊടുത്തു. അവരെ വന്യജാതിയൊക്കെ എല്ലാ രാജ്യങ്ങളും ഭയപ്പെട്ടെന്ന് സമൂഹമാക്കിയവർ. പക്ഷെ അവരെ അഹങ്കരിച്ച് താഴെപ്പെട്ടു. ദേശത്ത് സ്വസ്ഥമായി നിന്നില്ല, ചിതറിക്കപ്പെട്ടവർ. ഇദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തു. ഇദ്ദേഹം കള്ളം പറയില്ല. കൊടുക്കാമെന്ന് പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞാൽ തരും. സ്നാനപ്പെട്ടാൽ നിൻ്റെ പാവങ്ങൾ മോചിച്ച് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നാനപ്പെടാൻ മനസ്സുകൊണ്ട് തയ്യാറായാൽ, ഹൃദയപൂർവ്വം അനുസരിച്ചാൽ നമ്മളെ പാവങ്ങൾ പിന്നെ ഇല്ല. പോയി കഴുകിക്കളയും, കത്തിച്ച് കളയും, എറിഞ്ഞു കളയും, ഉപേക്ഷിച്ച് കളയും, മറന്നു കളയും. അതെന്തൊരു അനുഗ്രഹമാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ സംശയിച്ച് നിൽക്കരുത്. സംശയിക്കുന്നവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നമ്മൾ വ്യക്തമായി കണ്ടു, ഇവർ ഈ ദേശത്ത് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. പരിശീലന കൽപ്പന അനുസരിച്ച് അവിടെ നിൽക്കണം. ഇല്ലെങ്കിൽ നിന്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് അവരെ ഛേദിച്ച് കളയാൻ പറഞ്ഞു. ഈ പരിച്ഛേദന എന്ന നിയമം അനുസരിക്കാൻ തയ്യാറാത്തവരെ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ വേണ്ട എന്നാണ് ദൈവം പറഞ്ഞത്. 17 അധ്യായത്തിൻ്റെ അവസാനം ഇവിടെ പറഞ്ഞത്, പരിച്ഛേദന ഏറ്റ് വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യന്മാരുടെ വിലയ്ക്ക് വാങ്ങിയവരുമായി അവരുടെ വീട്ടിലുള്ള എല്ലാവരും അവനോടുകൂടെ പരിച്ഛേദന ഏറ്റു, അല്ലാത്തവരുടെ വേണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ 14 വാക്യം, അഗ്രചർമ്മയായ പുരുഷ പ്രതിയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം, അവൻ്റെ നിയമം ലംഘിച്ചിരിക്കും. ജനത്തിൽ ഛേദിച്ച് കളയാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്ത ആൾ എന്തിനാണ് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ വന്നിരിക്കുന്നത്? ക്രൂരമായിട്ടല്ല പറയുന്നത്, ദയയില്ലാതല്ല പറയുന്നത്, ഓർമ്മപ്പെടുത്തല്ല. അനുഗ്രഹം കിട്ടില്ല. വെറുതെ വന്നിരുന്ന കാഴ്ചക്കാരനായി ഇരിക്കാന്നല്ലേ? അനുഗ്രഹമില്ലേ? ആരാധനയ്ക്കൊരു അനുഗ്രഹമില്ലേ? അത് വേണോ? അനുഭവിക്കണോ? നിക്കോദോസ് പറഞ്ഞാൽ നീ പുറത്തേക്കാതെ അകത്തേക്ക് കയറുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കേ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഭാഗം. അബ്രഹാമിൻ്റെ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17 അധ്യായം 9 മുതൽ 14 വരെ. നീ എൻ്റെ ഉടമ്പടി അനുസരിക്കണം. അത് മനുഷ്യൻ്റെ ഭാഗം. ദൈവത്തിൽ വിശ്വസിക്കണം. ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങളെക്കുറിച്ച് സമ്മതിച്ച് ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനം നമ്മുടെ ഭാഗമാണ്. അബ്രഹാമിൻ്റെ കടമയാണ്. ഈ പരിച്ഛേദന എന്ന ഉടമ്പടിയുടെ അടയാളം അബ്രഹാമിനും അവരുടെ സന്തതികൾക്കും കൊടുത്തു. അതൊരു അടയാളമാണ്. ദൈവമായുള്ള, പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക, ദൈവമായുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്. ദൈവമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയുടെ അടയാളമാണ് പരിച്ഛേദന. പഴയ നിയമ പശ്ചാത്തലത്തിൽ. പുതിയ കാലത്ത് ഇന്ന് പലരും മുറിച്ച് കളയുന്നതൊന്നും ദൈവമക്കളെന്നുള്ള തെളിവിന് വേണ്ടിയല്ല. അത് മതപരമായ ചടങ്ങാണ്, അറിവില്ലായ്മ ഉണ്ടാണ്. പക്ഷേ യഹൂദന്മാരോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ ദൈവവും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളം, ടോക്കൺ, സൈനാണിത്. ഉടമ്പടിയുടെ സൈൻ. ഞാൻ ദൈവമാരുടെ ഉടമ്പടിയിലാണ്, ഞാൻ ദൈവമാരുടെ ഉടമ്പടിയിൽ പ്രവേശിച്ചു. പുതിയ കാലത്ത് നമുക്കറിയാം, കർത്തമേച്ചെടുക്കുമ്പോൾ പുതിയ ഉടമ്പടിയിലാണ് ഞാൻ എന്ന് തെളിയിക്കുകയാണ്. ദൈവം ഞാനും നിങ്ങളും തമ്മിലൊരു ഉടമ്പടി, ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരു ഉടമ്പടി ചേർന്നിരിക്കുന്ന ഒരു തെളിവാണ് നിങ്ങൾ ഈ കർത്തമേശ എടുക്കുന്നത്. പുതിയ ഉടമ്പടിയുടെ അടയാളമാണ്. ഇവിടെ പഴയ കാലത്ത് ഇസ്രായേൽ ജനത്തെ ദൈവം ഈ കൽപ്പന അവരോട് ആവശ്യപ്പെടുമ്പോൾ ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമാണ് നിങ്ങളുടെ ശരീരത്തിൽ. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ
പുറപ്പാട് 19:4 മുതൽ 6 വരെ ഇസ്രായേൽ ജനത്തെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അവരെക്കുറിച്ച് ദൈവം ഇങ്ങനെയാണ് അവരോട് പറഞ്ഞത്. പുറപ്പാട് 19:4 മുതൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. അടിമത്തത്തിൽ കിടന്ന ദൈവജനത്തെ തൻ്റെ ചിറകിൽ, ആലങ്കാരിക വാക്കാണ്, തൻ്റെ ചുമലിലെടുത്ത് പുറത്തു കൊണ്ടുവന്നു. സ്വയം നടന്ന് പുറത്തു വരാൻ പറ്റില്ല അവർക്ക്. ചെങ്കടലിൽ തടസ്സമായി നിൽക്കുന്നു, സൈന്യം പുറകെ നിൽക്കുന്നു, പ്രതികൂലമായി 40 വർഷത്തെ യാത്ര ഒരു വശത്ത്. ഇങ്ങനെ ദൈവം അവരെ ചുമന്നുകൊണ്ട് പുറത്തു വരികയാണ്. എന്തൊരു സ്നേഹമായ ദൈവമാണ് എന്ന് നിങ്ങൾ കണ്ടുവല്ലോ. പലരും കാണുന്നില്ല. ജീവിതത്തിൽ ദൈവം എന്താ ചെയ്തതെന്ന് കാണണം, മനസ്സിലാക്കാം. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഇവിടെ ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാണ്. ദൈവം ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുപോയി. എന്തിന്? നിങ്ങളെ അനുസരിക്കണം. അനുസരിച്ച് നിങ്ങളെ ഞാൻ എന്തു തരും? ഭൂമിയിൽ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്ത്. ഭൂമിയിലുള്ള മറ്റൊരു കോടാനുകോടി രത്നങ്ങളും പൗഴങ്ങളും മുത്തുകളും ഒന്നുമല്ല ദൈവത്തിൻ്റെ സമ്പത്ത്. ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്തിൻ്റെ സമ്പത്ത്. നാം ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ സമ്പത്താണ്. ആ ദൈവത്തിൻ്റെ ജനമാണെന്നുള്ള അടയാളമാണ് പഴയമകാലത്ത് കൊടുത്ത് നിങ്ങൾ പരിചയം കേൾക്കണം. ഈ ഉടമ്പടിയിലാണ് ഞാൻ നിങ്ങൾ നമ്മുടെ ഉടമ്പടിയിലാണെന്നുള്ളതിൻ്റെ അടയാളമായിരിക്കും നിങ്ങളുടെ ദേഹത്ത് വേണം. എന്നും മറന്നു പോകാൻ നിങ്ങൾ ഓർക്കണം. ദൈവം അവർ തമ്മിലുള്ള ഉടമ്പടി അത് നിങ്ങളെ തലമുറയായിട്ട് ചെയ്യണം. ഇപ്പം ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ ജനിക്കുമ്പോൾ തന്നെ ഉടമ്പടിയിലേക്കാണ് ജനിച്ചു വീഴുന്നത്. യഹൂദന്മാരായവർ ജനനത്തിലൂടെ തന്നെയാണ് ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ഓരോ ശിശുവും പ്രായപൂർത്തിയാകുമ്പോൾ ഉപദേശം കേൾക്കണം, സുവിശേഷം മനസ്സിലാക്കണം, രക്ഷകനായ യേശുവിനെ കുറിച്ച് അറിയണം, എന്നിട്ട് സ്നാനമേറ്റാണ് പുതിയ നിയമ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ പഴയ ഉടമ്പടിയിലേക്ക് അങ്ങനെയല്ല. ജനിക്കുമ്പോൾ തന്നെ അവൻ പഴയ ഉടമ്പടിയിലെ അംഗമായി മാറുകയാണ്. അതാണ് വ്യത്യാസം. അത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ജനിക്കുന്ന ഉടനെ ആരും ക്രിസ്തീയ കുടുംബത്തിൽ അപ്പനും അമ്മയും ക്രിസ്ത്യാനിയാണ്. 4 മക്കളുണ്ട്. 4 മക്കളും ജനിച്ച ഉടനെ ക്രിസ്ത്യാനിയാകില്ല. 4 മക്കളും പ്രായപൂർത്തിയാകും. ചിലപ്പോൾ അതിൽ 3 പേരായിരിക്കും, ചിലപ്പോൾ ഒരാളായിരിക്കാം, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ 4 പേരും വരാം. 4 പേരും ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ് സുവിശേഷം പഠിച്ച് വചനം മനസ്സിലാക്കി പാപിയാണെന്നുള്ള ബോധ്യമുണ്ടായി രക്ഷകനായ യേശുവിനെ മനസ്സിലാക്കി യേശുവിൻ്റെ ക്രൂശിലെ പരമയാഗം എൻ്റെ പാപം മോചനത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയാണെങ്കിൽ മാത്രമാണ് ആ 4 മക്കളും ക്രിസ്ത്യാനിയാകുന്നത്. ജനിച്ചാലാകില്ല. അത് വ്യക്തമാണ്. ഇതാണ് വ്യത്യാസം. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവവുമായുള്ള ഇസ്രായേൽ ജനതയുടെ ബന്ധം അവരെ ഓർമ്മിപ്പിക്കുകയാണ് ശരീരത്തിൽ ഈ അടയാളം. അതാണ് 12 മുതൽ 14 വരെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറയേണ്ടതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 12 മുതൽ നമ്മൾ വായിച്ചപ്പോൾ കണ്ടു, പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിചനേൽക്കണം. വീട്ടിൽ ജനിച്ച കുഞ്ഞായാലും വിലയ്ക്ക് വാങ്ങിയ കുഞ്ഞായാലും. അങ്ങനെ അവർ എല്ലാവരും യഹൂദന്മാരുടെ നടുവിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാവരും ഈ അടയാള ശരീരത്തിലുണ്ടാകും. എത്ര നാളുണ്ടാകണം? കാരണം 2 വാക്ക് അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ 2 ഉപയോഗം ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കും. പിന്നെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിനക്ക് നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് നീ പ്രവാസി ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് നീ ദൈവമായിരിക്കും. ഞാൻ പിന്നെ അബ്രഹാമിനെ അരുളി ചെയ്ത്, നീയും നിന്റെ ശേഷം നിന്റെ തലമുറയായി നിന്റെ സന്തതി എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്ക് നിങ്ങൾക്ക് നിന്റെ ശേഷം സന്തതിക്ക് മധ്യയുള്ളത് നിങ്ങൾ പ്രമാണിക്കേണ്ടത് എൻ്റെ നിയമമാവിത് എന്നുള്ളത് നിത്യ നിയമമാണ്. ഇത് നിത്യമായ നിയമമാണെന്ന് അവിടെ വ്യക്തമായി പറയും. നിത്യമായ നിയമം. തലമുറയായി എനിക്ക് നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്ക് മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കണം. 7-ാം വാക്യം. അത് നിത്യമായ എവർലാസ്റ്റിംഗ്. എന്താ വാക്കിൻ്റെ അർത്ഥം? നമ്മൾ വിചാരിക്കുന്ന എവർലാസ്റ്റിംഗ് എന്ന വാക്ക് നിത്യനിയമം എന്ന് പറഞ്ഞാൽ നിത്യമായി നിൽക്കുന്നതിന്. എല്ലാ ദൈവമക്കളും ഇന്നും പരിചയം ചെയ്യണമെന്ന് ഒരു കൽപ്പന ഉണ്ടെന്നുള്ള അബദ്ധം പലർക്കുണ്ട്. നിത്യനിയമം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. നിത്യനിയമം, നിത്യമെന്ന വാക്ക് ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ളത്. കാലഘട്ടങ്ങളുണ്ട് ബൈബിളിൽ. പിതാക്കന്മാരുടെ കാലം, ന്യായപ്രമാണം മോശയുടെ കാലം, പിന്നെ ക്രിസ്തീയ കാലം. ഓരോ കാലത്തിലും നൽകി തന്നിരിക്കുന്ന നിയമങ്ങൾ ആ കാലത്തിൽ മാത്രം അനുസരിക്കാനുള്ളതാണ്. ആ കാലം അവസാനിക്കും, പുതിയൊരു കാലം വരും. പുതിയൊരു കാലം വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന കാലത്തിലെ നിയമങ്ങൾ അനുസരിക്കേണ്ടതില്ല. ഈ പരിച്ഛേദന നിയമം മോശയുടെ കാലത്തും ബാധകമാണ്. കാരണം അബ്രഹാമിനോട് പറഞ്ഞ ഈ പരിച്ഛേദന നിയമം മോശയുടെ കൽപ്പന വരുമ്പോൾ അതിനോട് കൂട്ടിച്ചേർക്കും. പുറപ്പാട് പുസ്തകം നമുക്കത് കാണാം. പരിച്ഛേദന നിയമം യഹൂദന്മാർക്ക് നൽകി കൊടുത്തു. അബ്രഹാമിനോട് ആദ്യം പരാമർശിച്ചത് ദൈവമുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്.
പക്ഷെ ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ന്യായപ്രമാണത്തെ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണം നിവൃത്തിയാക്കി. ന്യായപ്രമാണം പറഞ്ഞ എല്ലാ കൽപ്പനകളും പൂർത്തിയാക്കിക്കൊണ്ട് ആ യാഗങ്ങൾ നിവൃത്തിയാക്കിക്കൊണ്ട് ദൈവത്തിന് ക്രിസ്തു വരുമ്പോൾ ന്യായപ്രമാണത്തിലെ സകല കാര്യങ്ങളും നിവൃത്തിയായി. അതുകൊണ്ട് ഒരു കെട്ടിടത്തിൽ പോയി പുരോഹിതന്മാരും എന്ന വ്യവസ്ഥ, ദേവീയ യാഗ വ്യവസ്ഥകൾ ഇന്ന് പുതിയ നിയമത്തിലില്ല. പരിച്ഛേദനയില്ല, യാഗങ്ങളില്ല, സുഗന്ധം കത്തിക്കലില്ല, ദേവാലയം കെട്ടിടത്തിൽ പോകുന്നില്ല, തിരശ്ശീല കീറി മുറിയുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കി ഇന്നും പലരും കൊണ്ടു നടക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ ഒരു നിത്യ നിയമം എന്ന് പറയുമ്പോൾ കാലഘട്ടത്തിൽ മാത്രമുള്ള നിയമമാണ്. പിതാക്കന്മാരുടെ കാലത്തുള്ളത് പിതാക്കന്മാരുടെ കാലത്ത്, മോശയുടെ കാലത്തുള്ള നിയമം മോശയുടെ കാലത്ത്. എല്ലാ കാലത്തിലും അടിസ്ഥാന വിശ്വാസമാണ് ദൈവവിശ്വാസം. അപ്പോൾ അവിടെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ആ കാലം ഓടിത്തികയുമ്പോൾ ആ നിയമം അവിടെ അവസാനിച്ചു. പുതിയ ക്രിസ്ത്യാനികൾ സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവ് യേശുവിനെ ദൈവപുത്രനായിട്ട് മനസ്സിലാക്കി പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോഴാണ് ഇന്നൊരു മനുഷ്യൻ ക്രിസ്തുവിലാകുന്നത്, രക്ഷിക്കപ്പെടുന്നത്, ദൈവ പൈതലാകുന്നത്, ദൈവമായുള്ള ഉടമ്പടിയിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ അടയാളമായി പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നൽകപ്പെടുന്നു. അപ്പോൾ ഓരോ ഉടമ്പടിക്കും അതിൻ്റെ കാലമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായി കാണാൻ സാധിക്കും, പരിച്ഛേദന എന്നുള്ളത് ഇന്ന് ദൈവമക്കൾക്കുള്ളതല്ല. പല അബദ്ധം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് നമുക്കറിയാം, പരിച്ഛേദനക്കാർ ആയിട്ടുള്ള പല അധ്യാപകർ കടന്നു വന്നിട്ട് പുതിയ സഭയെ അലങ്കോലമാക്കാൻ ശ്രമിച്ചു. നിങ്ങൾ പരിച്ഛേദന ഏൽക്കാതെ പൂർണ്ണമാകില്ലെന്നൊക്കെ പറഞ്ഞു. 2-3 വാക്യങ്ങൾ നമ്മൾ പോയിന്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റോമലേഖനം പുതിയ നിയമത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോമർക്ക് ലേഖനം 2-28-29 വാക്യങ്ങൾ. റോമലേഖനം 2-28-29 വാക്യങ്ങൾ ഇങ്ങനെ കാണാം. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല. പുറമെ കാട്ടുന്ന ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ല. അതല്ല മാനദണ്ഡം. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനാകണം. എന്നിട്ട് പറയുന്നു, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അകമേ ദൈവഭയമുള്ളവനാകണം. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന. പുറത്തുള്ള തൊലി വെട്ടി മാറ്റുന്നല്ല പരിച്ഛേദന. ഇന്ന് ഹൃദയത്തിൻ്റെ പരിച്ഛേദന, ഹൃദയം കൊണ്ട് പാപം വിട്ടു മാറണം. അവന് മനുഷ്യരല്ല ദൈവത്തിൽ തന്നെ പുകഴ്ച കിട്ടും. അപ്പോൾ ഇന്ന് പരിച്ഛേദന എന്ന് പറയുന്നത് നിയമമില്ല. ഇന്ന് ദൈവം ആവശ്യപ്പെടുന്ന പരിച്ഛേദന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന പരിച്ഛേദനം ചെയ്യണം. നിന്റെ പാപജീവിതത്തെ വെട്ടി മാറ്റണം. ഫിലിപ്പിയർ ലേഖനം 3:3 പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഫിലിപ്പിയർ 3:3 ദൈവത്തിൻ്റെ നാമല്ലോ പരിച്ഛേദനക്കാർ. പുതിയ വിശ്വാസികളായ അപ്പോസ്തലന്മാർ പുതിയ വിശ്വാസികളെ വിളിച്ചത് നാമാണ് പരിച്ഛേദനക്കാർ. ദൈവത്തിൻ്റെ എന്താണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്? എങ്ങനെയാണ് നാം പരിച്ഛേദനക്കാരാകുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്ത നാമാണ് പരിച്ഛേദനക്കാർ. ഗലാത്യ ലേഖനം 5:6 കൂടെ കേൾക്കാം. ഗലാത്യ ലേഖനം 5:6 വാക്യം. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല. പരിച്ഛേദനയില്ലാത്തവരാണ് അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കുന്നത്. ഇന്ന് അതല്ല കാര്യം, അതല്ല കൽപ്പന. പിന്നെന്താണ്? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. അത് വ്യക്തമായി നമുക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ സമയം എടുത്താലും ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, പരിച്ഛേദന ഇന്ന് പുതിയ കാലത്തിൽ ആത്മീകമാണ്, ജഡീകമല്ല. കൊലോസ്യർ 2-ാമത്തെ കൊലോസ്യർ 2:11 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി വിശദീകരിക്കും. ദൈവാത്മാവ് പഠിപ്പിച്ചതിനും കൊലോസ്യർ 2:11-12 അവിടെ പറയുന്ന ഇപ്രകാരമാണ്: അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദന, അതായത് ക്രിസ്തു ക്രൂസിൽ മരിച്ചതിനെക്കുറിച്ച്, ക്രിസ്തു പാപത്തെ തുടച്ചു മാറ്റാൻ, പാപം നീക്കം ചെയ്യാൻ ക്രിസ്തു ക്രൂസിൽ മരിച്ചതിനെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ക്രിസ്തുവിനോട് ചേരുന്ന ഒരു വ്യക്തികൾ അവൻ്റെ പാപസ്വഭാവത്തെ വെട്ടിമാറ്റുന്നൊരു ശുശ്രൂഷയിൽ പ്രവേശിക്കുകയാണ്. അത് അടുത്ത വാക്യം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും. കർത്താവ് യേശു പാപം ചുമന്ന് പാപത്തിന് ശിക്ഷ വിധിക്കുവാൻ, പാപത്തെ നീക്കം ചെയ്യാൻ ക്രൂശിൽ മരിച്ചതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ മരണമടക്ക ഉയർപ്പിലൂടെ അനുഭവപ്പെടുന്ന സ്നാനത്തിലൂടെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പാപ സ്വഭാവത്തെ നീക്കം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റൊരു കാര്യം, അതുകൊണ്ട് ജഡത്തിലുള്ള പരിച്ഛേദന ഒരിക്കലും രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല. അവിടെയാണ് പൗലോസ് പുതിയ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. പല ദുരുപദേഷ്ടക്കന്മാർ കടന്നു വന്ന് ദൈവമക്കളായിട്ടുള്ളവരെ, സ്നാനപ്പെട്ടവരെ നിങ്ങൾ പരിച്ഛേദന കൂടി ഏറ്റാൽ മാത്രമേ പൂർണ്ണരാകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വലിയ തർക്കമുണ്ടായി. അപ്പോസ്തലന്മാർ വ്യക്തമായി അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്ന് സഭ പ്രവർത്തന ദിവസം 15-ാം അധ്യായം യഹൂദ കൗൺസിൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കൂടി വ്യക്തമായ വചനപ്രകാരമുള്ള ഉത്തരം കണ്ടെത്തി. പരിച്ഛേദന നമുക്കുള്ളതല്ല, പരിച്ഛേദന ആവശ്യമില്ല, രക്ഷയ്ക്ക് ആവശ്യമില്ല. ഗലാത്യ ലേഖനം 5:2-4 വരെ ശക്തമായൊരു താക്കീത്. പുതിയ വിശ്വാസികൾ ആരെങ്കിലും പഴയ നിയമത്തിലെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക്, അത് ദശാംശമാകട്ടെ, ദാവീദ് ഉപയോഗിച്ചതുകൊണ്ട് ഉപകരണങ്ങളാകട്ടെ,
സുഗന്ധങ്ങൾ കത്തിക്കുന്നതാകട്ടെ, കൈയും കാലുമൊക്കെ നമ്മൾ തുള്ളിച്ചാടി പാട്ടുപാടി ആരാധിക്കുന്ന അവസ്ഥകളാകട്ടെ, എന്തു തന്നെയാകട്ടെ, പഴയ കാലത്ത് ഉണ്ടെന്ന് അത് ന്യായീകരിക്കരുത്. ന്യായപ്രമാണം ക്രൂസിൽ ക്രിസ്തു നിവർത്തിയാക്കി, എടുത്തു മാറ്റി, തുടച്ചു മാറ്റി. യേശു ക്രിസ്തു കുഴിച്ചിട്ടതിനെ പൊക്കിയെടുക്കരുത്. ഗലാത്യലേഖനം 5 താക്കീത് കേൾക്കാം, 2 വാക്യം മുതൽ. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, പുതിയ ക്രിസ്ത്യാനികൾ, ഗലാത്യയിലുള്ള ക്രിസ്ത്യാനികൾ പറയുകയാണ് പോലും, അല്ലെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, അല്ലെങ്കിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, ആരെങ്കിലും പറയുന്ന കേട്ട് പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം. ക്രിസ്തുവിനെ വിളിക്കരുത്, നിങ്ങളെ സഹായിക്കാൻ ക്രിസ്തു ഉണ്ടാകില്ല. നിങ്ങൾ ക്രിസ്തു ക്രൂസിൽ തറച്ച പ്രമാണത്തെ നിങ്ങൾ വീണ്ടും എടുത്ത് പൊക്കി വരുമ്പോൾ നീ ക്രിസ്തുവിൻ്റെ സഹായത്തിന് വിളിക്കരുത്. ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയും. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അപ്പോൾ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ ഒരു കൽപ്പനയായ പരിച്ഛേദന നിങ്ങൾ ഏൽക്കുമ്പോൾ ബാക്കി മുഴുവൻ കൽപ്പനകളും ചെയ്യണം. ദേവാലയത്തിൽ ചെന്ന് ആരാധിക്കണം, യാഗങ്ങൾ അർപ്പിക്കണം. ഒന്ന് മാത്രം എന്തിനാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്? ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, 4 വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കൃപ ക്രിസ്തുവിലൂടെയാണ് വന്നത്. ക്രിസ്തുവിലൂടെ വന്ന രക്ഷാമാർഗം അത് നമ്മൾ ആശ്രയിക്കാതെ ക്രിസ്തു ക്രൂശിൽ തറച്ച, എടുത്തു കളഞ്ഞ, പൂർത്തിയാക്കിയ ന്യായപ്രമാണത്താൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത്ര ശക്തമാണ്. അപ്പോൾ ഇത് വേറെ കാര്യം കൂടെ മനസ്സിലാക്കേണ്ട, പഴയ നിയമ കാലത്ത് തന്നെ ദൈവം മുൻകൂട്ടി പറഞ്ഞു പഴയ നിയമം നീങ്ങിപ്പോകാനുള്ളതാണെന്നും പുതിയൊരു നിയമം വരുന്നുവെന്നും പഴയ കാലത്ത് തന്നെ പ്രവാചകരുടെ മുൻകൂട്ടി പറഞ്ഞു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം, 5 മിനിറ്റ് കൂടെ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. യിരെമ്യാ 31 മുതൽ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. പഴയ കാലത്തെ പശ്ചാത്തലത്തിലാണ് പുതിയൊരു നിയമം ചെയ്യാൻ പോവുകയാണ് ദൈവമക്കളോട് എന്നാണ് യഹൂദന്മാർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത്. ചെയ്യുന്ന കാലം വരുന്ന യഹോവയുടെ അരുളപ്പാട്. അല്ല, പഴയ കാലത്തെക്കുറിച്ച് പറയും. ഞാൻ അവിടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ, അതായത് സീനായ് മലയുടെ ചുവട്ടിൽ വെച്ച് ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയാണ്. ഇനി ചെയ്യാൻ പോകുന്ന നിയമം പുതിയൊരു നിയമമാണ്, പണ്ട് ചെയ്ത നിയമം പോലെയല്ല. എന്തായിരുന്നു കുഴപ്പം? പഴയ നിയമകാലത്ത് ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവരുടെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, പഴയ നിയമം തീരുമ്പോൾ, മോശയുടെ ന്യായപ്രമാണ കാലം അവസാനിക്കുമ്പോൾ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിക്കുന്ന നിയമം ഇങ്ങനെയാണ്. എൻ്റെ ന്യായപ്രമാണം അവിടെ ഉള്ളിലാക്കും, കല്ലിലല്ല, അവിടെ ഉള്ളിലാക്കും, അവിടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവിടെ അകൃത്യം മോചിക്കും, ഇവിടെ അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പുതിയ ഉടമ്പടിയിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? പാപമോചനം. ദൈവം പാപമോചനം നൽകും, ഹൃദയങ്ങളിൽ കൽപ്പന എഴുതും. ജനിക്കുന്ന ഉടനെ ഉടമ്പടി പ്രവേശിക്കുകയല്ല, അവർ യഹോവയെ അറിയും, പഠിച്ച് മനസ്സിലാക്കും, അവരുടെ കടമ എന്തെന്ന് മനസ്സിലാക്കും. ഇത് വ്യക്തമായി പറഞ്ഞു. യിരെമ്യാവ് വ്യക്തമായിട്ട് പ്രസ്താവിക്കുകയാണ്, പുതിയ ഉടമ്പടിയുടെ കീഴിൽ വീഴുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവരാണ് ദൈവത്തിൻ്റെ മക്കൾ, അവർ എൻ്റെ മക്കളാണ്. ഞാൻ അവരുടെ പാപങ്ങൾ ക്ഷമിക്കും, അവരുടെ പാപം ഞാൻ ഓർക്കുക പോലുമില്ല. ഇപ്പോൾ പ്രവാചകൻ വളരെ വ്യക്തമായി വേർതിരിച്ചാൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയാണ് ആരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ. യഥാർത്ഥ ദൈവമക്കൾ എന്ന് പുതിയ കാലപ്രകാരം ആരെയാണ് ദൈവമക്കൾ എന്ന് വിളിക്കേണ്ടത്? ദൈവം വ്യക്തമായിട്ട് യിരെമ്യാ പ്രവാചകനോട് കാണിച്ചു തരികയാണ്, ദൈവമക്കൾ പുതിയ ഉടമ്പടിയിലെ അംഗങ്ങളായവരാണ്. പുതിയ ഉടമ്പടിയിൽ, പുതിയ ഉടമ്പടി നിയമത്തിൽ പ്രവേശിച്ചവരാണ്. ഇവിടെ പാപങ്ങൾ ദൈവം ഓർക്കുക പോലുമില്ല. യിരെമ്യാ വ്യക്തമായിട്ട് പറഞ്ഞു, അവരുടെ അകത്ത് ദൈവം നിയമം എഴുതും, ഉള്ളത്തിലൊരു ദൈവഭയം എഴുതും. പുറത്തുള്ള കൽപ്പനയും അല്ല, കല്ലിലല്ല, ഉള്ളത്തിലൊരു ദൈവഭയം വരും. എൻ്റെ നിയമം, എൻ്റെ പ്രമാണം ഉള്ളിൽ ഞാൻ എഴുതും. ഒരു ഉള്ളം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കും, ഹൃദയപൂർവ്വം ദൈവത്തെ അനുസരിക്കും, ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കും, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കും. അതിന് ആ ബോധം ഉള്ളിൽ കൊടുക്കും. ഞാൻ അവരുടെ ദൈവവും അവരുടെ ജനവുമാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഇന്ന് ദൈവമക്കൾ എന്ന് വ്യക്തമായി കാണിക്കുകയാണ്. പഴയ കാലത്തുള്ള യഹൂദന്മാർ ഇന്ന് ദൈവമക്കളല്ല. പഴയ കാലത്തുള്ള യഹൂദന്മാർ ഇന്ന് ദൈവമക്കൾ എന്ന വിശേഷത്തിന് ആർക്കാരല്ല. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞവരാണ്. ദൈവയുടെ മക്കൾ എന്ന സ്ഥാനത്തിന് തള്ളിക്കളഞ്ഞു. ഇപ്പം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ദൂതൻ മറിയുടെ അടുക്ക വരുമ്പോൾ ദൂതൻ മറിയോട് ഇങ്ങനെ പറഞ്ഞു. മത്തായി 1:21 ഇവിടെ പറഞ്ഞത്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്, നീ അവൻ യേശു എന്ന് പേരിടണം. നിനക്ക് ലഭിക്കുമെന്ന സന്തതിയുടെ ദൗത്യം എന്താണ്? പാപങ്ങളിൽ നിന്ന് മോചിക്കുക. മനുഷ്യരെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അവനവൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ദൈവമക്കളെന്ന് പറയുന്നത് പാപങ്ങൾ മോചിക്കപ്പെട്ടവരാണ്.
പാപങ്ങൾ മോചിക്കപ്പെട്ടവരാണ്. ഇത് ക്രിസ്തുവിൽ വരുമ്പോൾ മാത്രമാണ് പാപം മോചിക്കപ്പെടുന്നത്. ന്യായപ്രവണ കാലത്തിൽ ഒരു യാഗങ്ങൾ കൊണ്ടും പാപങ്ങൾ മോചിക്കപ്പെടില്ല. അത് മൂടി വയ്ക്കുക മാത്രമാണ്. അപ്പോൾ ഉടമ്പടികൾ മാറുമ്പോൾ ദൈവമക്കളെന്ന് ആരെന്നുള്ളത് മാറുകയാണ്. പഴയ ഉടമ്പടി പ്രകാരം യഹൂദന്മാർ, അബ്രഹാമിൻ്റെ മക്കളെ യഹൂദന്മാർക്ക് ദൈവം നിയമം കൊടുത്ത് അവരെ തൻ്റെ സന്തതി മക്കളായ ദൈവം അവർ അംഗീകരിച്ചു. പക്ഷെ അവർ താൻ കൊടുത്ത ഒരു കൽപ്പന അനുസരിച്ചില്ല. വരാനിരിക്കുന്ന മശിയിലേക്ക് അവർ വന്നില്ല. മശിയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി കൊടുത്ത ഒന്നും അവർ സ്വീകരിച്ചില്ല. മശിയെ തള്ളിക്കളഞ്ഞു. ഇവർ നിങ്ങളിനി എൻ്റെ മക്കളല്ല. മറ്റൊരു ജനത്തെ ദൈവം സ്വീകരിച്ചു. തൻ്റെ ഉടമ്പടി, തൻ്റെ പുത്രനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽവറി മലയിലെ യാഗത്തിലൂടെ പാപമോചനം ഒരുക്കിയ ദൈവം ആ കർത്താവ് യേശുവിനെ വിശ്വസിക്കുന്ന ഏവരെയും ദൈവം തൻ്റെ മക്കളായിട്ട് കണക്കാക്കി. അതിൻ്റെ അടയാളമായിട്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുത്തു. യഹൂദന്മാരല്ല ഇന്ന് ദൈവമക്കൾ സുവിശേഷം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ചെയ്യുന്ന സ്നാനമേറ്റ ദൈവമക്കൾ. അവരാണ് യഥാർത്ഥ ദൈവമക്കൾ. തുടരെ അടുത്ത ദിവസം നമുക്ക് ഈ പഠനത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ മറക്കരുത്, വീണ്ടെടുപ്പ്. അബ്രഹാമിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം, അല്ലെ, 2 ഘടകങ്ങൾ. ആ വാഗ്ദാനത്തിൽ ആദ്യത്തെ ഘടകത്തിൽ തന്നെ അത് 2 കാര്യങ്ങളുണ്ട്. രാജ്യം, ദേശം. അത് പൂർണ്ണമായി നിവർത്തിയായി. ദേശം കൊടുത്തു, അവരെ രാജ്യമാക്കി. പക്ഷെ അവരവിടെ പ്രവാസികളായി പിന്നീട് ചിതറിക്കപ്പെട്ടു. 2 ഗോത്രങ്ങളായി പിന്നീട് ചിതറിക്കപ്പെട്ടു. 2 ഗോത്രങ്ങൾ മാത്രം നിലനിന്നും അതിലൂടെ യേശുക്രിസ്തു വരേണ്ടതുകൊണ്ട് ബാക്കി 10 ഗോത്രങ്ങൾ പൂർണ്ണമായി ഇസ്രായേൽ ഗോത്രങ്ങൾ മുഴുവൻ നശിച്ചു പോയി. മറുവശത്ത് മറ്റൊരു വാഗ്ദാനം, ആത്മീക സന്തതി. അതാണ് ബൈബിളിൻ്റെ ചരിത്രം അടിസ്ഥാനം. ആത്മീക സന്തതി ഭൂമിയിൽ കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ആത്മീക സന്തതി, അബ്രഹാമിൻ്റെ ആത്മീക സന്തതി, അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട കർത്താവ് യേശുക്രിസ്തു. ഗലാത്യലേഖനം 3:14 കൃത്യമായി പൗലോസ് പറയും, ആ സന്തതി എന്ന ഏകനെക്കുറിച്ചാണ്. അത് യേശുവാണ്. യേശുവിലൂടെ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അതായത് കർത്താവ് യേശു വിശ്വസിച്ച് ക്രിസ്തുവിലൂടെ ചേരുവാൻ സ്ഥാനമേൽക്കുന്ന എല്ലാവരും ദൈവമക്കളായി മാറി. അബ്രഹാം അവരുടെ അപ്പനാണ്, അവരുടെ പിതാവാണ്. ആത്മീക അർത്ഥത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയാണ് ക്രിസ്തുവിൻ്റെ ചേരുവാൻ സ്ഥാനമേറ്റ എല്ലാവരും. അപ്പോൾ അവിടെ ദൈവം മുൻകൂട്ടി പറഞ്ഞു, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, അഗ്രചർമ്മത്തിലുള്ള യഹൂദന്മാർക്ക് വേണ്ടി മാത്രം കൂടിയാണ്. എല്ലാ വിശ്വാസികളുടെ പിതാവായി അബ്രഹാം മാറ്റപ്പെട്ടു. അവർക്ക് കൊടുക്കാൻ ദേശം ദൈവം അവർക്ക് കൊടുത്തു. ആ ദേശത്തിൽ നിന്നില്ല, അവർ ചിതറിക്കപ്പെട്ടു. ഇന്ന് പുതിയ ഇസ്രായേൽ ആരാണ്? യഹൂദന്മാരല്ല. അഗ്രചർമ്മത്തിലിരിക്കുന്ന പ്രജാതികളെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളാണ്. ആരൊക്കെ? യഹൂദന്മാർക്ക് വിശ്വസിക്കാം ക്രിസ്തുവിൽ, ദൈവമക്കൾ യഥാർത്ഥത്തിൽ ദൈവമക്കളാണ്. പ്രജാതികൾക്ക് വിശ്വസിക്കാം യേശു ക്രിസ്തു രക്ഷകനെ. യേശു ലോകരക്ഷിതാവാണ്. ഒരു വിഭാഗത്തിൻ്റെ രക്ഷിതാവല്ല, ഒരു വിഭാഗത്തിൻ്റെ ദൈവമല്ല, ലോകത്തിൻ്റെ രക്ഷകനാണ്. ദൈവങ്ങളെ സഹായിക്കട്ടെ.